നമസ്കാരം. ഇന്നത്തെ ഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 13. ഇന്ന് ലോക ദയ ദിനമാണ്. ലോകം യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും തീവ്രതയിലൂടെ കടന്നു പോകുകയാണ്. ദയയും അനുകമ്പയും നിറഞ്ഞൊരു ജനതയ്ക്ക് മാത്രമേ ഇവയെ അതിജീവിക്കാൻ സാധിക്കൂ. അതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ ലോക ദയാദിനം. 1998 മുതൽ എല്ലാ വർഷവും നവംബർ 13 ലോക ദയാദിനമായി ആചരിക്കുന്നു. കൂടുതൽ ഒരുമയുള്ളതും കരുതലുള്ളതുമായ ലോകം സൃഷ്ടിക്കാൻ മനുഷ്യർ കാത്തുസൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാന മൂല്യം ദയയാണെന്ന സന്ദേശം പകരാനാണ് ദയാദിനം ആചരിക്കുന്നത്. വേൾഡ് കൈൻഡ്നെസ് മൂവ്മെൻറ്റ് എന്ന സംഘടനയാണ് ഇത് അവതരിപ്പിച്ചു തുടങ്ങിയത്. കരുണയും കരുതലും പ്രചരിപ്പിക്കാൻ ഓസ്ട്രേലിയ, തായ്ലൻഡ്, UK, US എന്നിവിടങ്ങളിലെ ചില സംഘടനകൾ ചേർന്ന് 1997 ജപ്പാനിലെ ടോക്കിയോയിൽ കൺവെൻഷൻ നടത്തുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിരുന്നു വേൾഡ് കൈൻഡ്നെസ് മൂവ്മെൻറ്റ്. ദയയുള്ളതും കൂടുതൽ അനുകമ്പയുള്ളതുമായ ലോകം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് ചേരുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഈ ലക്ഷ്യത്തിനായി ലോക ദയാദിനം 1998 മുതൽ ആചരിച്ചു തുടങ്ങി. ആദ്യമായി 2009 സിംഗപ്പൂർ, ഇന്ത്യ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ദയാദിനം ഔദ്യോഗികമായി അംഗീകരിച്ചു. പിന്നീട് ഒട്ടേറെ രാജ്യങ്ങൾ ദിനാചരണം ഏറ്റെടുത്തു. നിലവിൽ സ്വിറ്റ്സർലൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന NGO സംഘടനയാണ് വേൾഡ് കൈൻഡ്നെസ് മൂവ്മെൻറ്റ്. സംഗീത നൃത്തമേളകൾ ഉൾപ്പെടെ ദയാദിനത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ കലാപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ലോക ദയാദിനത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരം ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ചില ദയാദിന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റോഡിൽ കാണുന്ന അപരിചിതർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുക. സുഹൃത്തുക്കൾക്ക് ഒരു ചായ വാങ്ങി നൽകാം. ദീർഘനാളായി കാണാത്ത ബന്ധുവിനെയോ സുഹൃത്തിനെയോ കാണാൻ പോകാം. ഒപ്പം ജോലി ചെയ്യുന്നവരോടോ ക്ലാസ്സിലെ കൂട്ടുകാരോടോ ഒരു നല്ല വാക്ക് പറയുക. ഏതെങ്കിലും ആതുര സേവന സംഘത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം തുടങ്ങിയവയൊക്കെയാണ്. ഈ ലോകത്ത് തനിച്ചാണെന്ന് കരുതുന്നവർക്ക് ദയ പ്രതീക്ഷ നൽകുന്നു. ഇന്നത്തെ ഡേ സ്പെഷ്യൽ ഇവിടെ പൂർണ്ണമാവുന്നു. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുമായി കാണും വരെ നന്ദി.